പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ഒരു ചിന്തയ്ക്കായിട്ട് നമുക്ക് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം അല്ലെങ്കിൽ 16-ാമത്തെ വാക്യത്തിൻ്റെ തുടക്കം നമുക്ക് നോക്കാം. അവന്റെ വലങ്കൈയിൽ 7 നക്ഷത്രമുണ്ട്. 7 നക്ഷത്രമുണ്ട്. ഇത് യോഹന്നാനുണ്ടായ വെളിപ്പാട് എന്ന് പറയുമ്പോൾ ഇത് എന്തെല്ലാമാണ്? നമുക്കറിയാം, ഈ യോഹന്നാനുണ്ടായ ഈ വെളിപ്പാട് അതിനെ 3ആയിട്ട് തിരിക്കാറുണ്ട്. 3ആയിട്ട് തിരിച്ച് 1-ാമത്തെ അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 1-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം കണ്ടോ? യോഹന്നാന്, പത്മോസിലുള്ള യോഹന്നാനോട് ദൈവം പറയുന്നു, നീ കണ്ടതും ഇപ്പോഴുള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എൻ്റെ വലങ്കൈയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. അപ്പൊ കണ്ടോ, വെളിപ്പാട് പുസ്തകത്തെ ഈ നിലയില് ഇതാ പത്മോസ് ദ്വീപില് യോഹന്നാന് കർത്തൃ ദിവസത്തില് ആത്മവിശുദ്ധയിലായതും ഒക്കെ ആയ ആ ഭാഗം അതിനെ 3ആയിട്ട് തിരിച്ചു പറഞ്ഞിരിക്കുക. എന്തൊക്കെയാ 3ആയിട്ട് തിരിച്ചേക്കുന്നത്? 19-ാം വാക്യം, നീ കണ്ടത്, ഇപ്പോഴുള്ളത്, ഇനി സംഭവിക്കാനിരിക്കുന്നത്. നീ കണ്ടത് എന്ന് പറയുമ്പോൾ 1-13 യോഹന്നാൻ അക്ഷരാർത്ഥത്തിൽ തന്നെ കണ്ടു. എന്താ കണ്ടത്? 13-ാമത്തെ വാക്യം കണ്ടോ? തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അപ്പോ യോഹന്നാൻ ആ നിലയില് താന് ചിലത് കണ്ടു. ആ കണ്ട കാര്യം നമുക്കറിയാം. കർത്താവായ യേശു കർത്താവ് 7 പൊൻനിലവിളക്കുകളുടെ നടുവില് നിലയങ്കി ധരിച്ചും മാറത്ത് പൊൻകച്ച കെട്ടിയും മനുഷ്യപുത്രനോട് സദൃശനായിട്ട് ഉള്ള കർത്താവിനെ അവൻ കണ്ടതിന്റെ ചരിത്രമാണ് ഇവിടെ 19-ന്റെ തുടക്കത്തിൽ പറയുന്നത്. കണ്ടോ അവിടെ നീ കണ്ടതും. അപ്പൊ ഈ കണ്ടതെന്ന് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യോഹന്നാൻ കണ്ടതാണ്, കണ്ട ആദർശനം. 2-ാമത് പറയുന്നു, എന്താ പറയുന്നത്? ഇപ്പോഴുള്ളതും എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള കാര്യങ്ങളാണ് 2ഉം 3ഉം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. നമുക്കറിയാം 7 സഭകള്, എഫേസോസ് തുടങ്ങി ലവോദിക്ക വരെ 7 സഭകള്. അതെന്താ? സഭായുഗം. ഇന്ന് ഇപ്പോ നമ്മുടെ മുമ്പിലുള്ള, ഇപ്പൊ നമ്മൾ കാണുന്ന ആ കാലഘട്ടത്തെയാണ്, ചരിത്രത്തെയാണ്, അതിനെയാണ് ഇപ്പോൾ നീ കാണുന്നത്, ഇപ്പോഴുള്ളത് എന്ന് പറയുന്ന ആ ഭാഗം വിവരിക്കുന്നത്. 2ഉം 3ഉം അധ്യായങ്ങൾ, വെളിപ്പാട് 2ഉം 3ഉം അധ്യായങ്ങൾ. പിന്നെ 3-ാമത്തെ ഭാഗം എന്താ? ഇനി സംഭവിക്കാനിരിക്കുന്നത് എന്ന് പറയുമ്പോ നോക്കുക, 4-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം കണ്ടോ? എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. അപ്പൊ 4-ാം അധ്യായം മുതല് ഇത് തീരുന്ന 22-ാം അധ്യായം വരെയുള്ള കാര്യങ്ങളാണ് മേലാൽ സംഭവിക്കാനുള്ളത്. വെളിപ്പാട് പുസ്തകത്തെ 3ആയിട്ട് തിരിച്ച് പറഞ്ഞിരിക്കുകയത്. ഇപ്പോൾ നീ കണ്ടത് പത്മോസ് ദ്വീപില് ആത്മവിശുദ്ധയിലായ യോഹന്നാൻ അവനെ കണ്ടു, കർത്താവിനെ കണ്ടു, മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അപ്പോ കർത്താവ് എന്ത് ചെയ്തു? വലങ്കൈ അവന്റെ മേൽ വെച്ചു. ഭയപ്പെടണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു എന്നൊക്കെ പറഞ്ഞ് അവനെ ധൈര്യപ്പെടുത്തുന്നതും ആ 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. എന്നാൽ അതാണ് നീ കണ്ടത്. ഇപ്പോഴുള്ളതെന്ന് പറയുമ്പോൾ അതായത് 1-ാം നൂറ്റാണ്ടില് ഏതാണ്ട് AD 95 ആയി ഈ സംഭവം നടക്കുന്നത് എന്നാ വേദപണ്ഡിതന്മാർ പറയുന്നു. AD 95 ഇത് നടക്കുന്നെങ്കിൽ
തുടർന്ന് ഉള്ള ഈ കാലഘട്ടം അവിടെ മുതല് ഇന്നിപ്പോ AD 20, 21 നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം, ഇനി മുന്നോട്ടുള്ള കാലഘട്ടം, ചരിത്രം എവിടെ വരെ ഉണ്ടോ കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് മുമ്പുള്ള ആ കാലഘട്ടം, ആ കാലഘട്ടത്തെ 7 സഭകളുടെ കൊള്ള ദൂതായിട്ട് തിരിച്ച് ഓരോ ചരിത്രം ഇങ്ങനെ വിവരിച്ചു പോവുക. അതാണ് എന്തുള്ളത് ഇപ്പോഴുള്ളത്. അതേസമയം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ചിത്രം മാറി. ലവോദിക്ക സഭ എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിലത്തെ സഭയാണല്ലോ. എഫേസോസ് ആയിരുന്നു ആദ്യത്തെ സഭ. അത് ആദ്യത്തെ നൂറ്റാണ്ടില് 100 വർഷം നിന്ന സഭ. അത് കഴിഞ്ഞ് അങ്ങനെ ചരിത്രത്തെ ഓരോ സഭയോട് ചേർത്ത് ആ നിലയില് വേദപണ്ഡിതന്മാര് വിവരിക്കാറുണ്ട്. സ്മുർണ അത് കഴിഞ്ഞ് വരുന്നു, പെർഗമോസ് അത് കഴിഞ്ഞ് വരുന്നു, തുയധൈര്യ. ഇങ്ങനെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സർദീസായി 5-ാമത്തെ സഭ, ഫിലദൽഫ്യ 6-ാമത്തെ സഭ, ലവോദിക്ക 7-ാമത്തെ സഭ. 7 സഭകൾ. 7 സഭകൾ കൊണ്ട് ഈ ചരിത്രത്തെ, ആ ഓരോ കാലഘട്ടത്തെയും ഇങ്ങനെ പറഞ്ഞു വിഭജിച്ച് പോയിരിക്കുകയാണ്. നമ്മൾ ചരിത്രത്തിലാണ്, ഹിസ്റ്ററിയുള്ള ഈ കാലഘട്ടത്തിലാണ് നമ്മൾ. ഈ കാലഘട്ടത്തിൽ നമ്മൾ വന്ന് ഇതാ ഒടുവിലത്തെ ലവോദിക്ക ആ പീരീഡിൽ നമ്മൾ വന്നിരിക്കുന്നു. ഇനിയും എന്താ മേലിൽ സംഭവിക്കാനുള്ളത്? എന്താ ഇപ്പോഴുള്ളത്? ഇതാണ്, ഈ സഭായുഗമാണ്. അത് കഴിഞ്ഞ് ഇനിയും സംഭവിക്കാനിരിക്കുന്നത് എന്താ? അതിനെക്കുറിച്ചാണ് 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത്. എന്താ കണ്ടത്? യോഹന്നാനോട് പറയുന്നു, ഇവിടെ കയറി വരിക, മേലിൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. രംഗം അങ്ങോട്ട് മാറുക, സ്വർഗത്തിലേക്ക് മാറുക. സിംഹാസനവും അവിടെ സ്വർഗത്തിൽ ഇരിക്കുന്ന സിംഹാസനവും അതിലിരിക്കുന്നവനും എന്നൊക്കെ പറഞ്ഞ് ആ ചരിത്രം അവിടെ തീർന്നു, ഹിസ്റ്ററി തീർന്നു. ലോകത്തിന്റെ ഈ കാലം തീർന്ന് കാലമില്ലാത്ത ഒരു ഘട്ടത്തിലേക്ക്, കർത്താവിന്റെ 2-ാം വരവും നമ്മളെ ചേർക്കുന്നതും ഒക്കെയായ ഒരു ഘട്ടത്തിലേക്ക് കഥ ഈ ഭൂമിയിൽ നിന്ന് മറ്റൊരിടത്തേക്ക് മാറി. അങ്ങനെയുള്ള ചരിത്രമാണ് 4 മുതൽ 22 വരെയുള്ള 22 വരെയുള്ള അധ്യായങ്ങളില് വിവരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഈ കാലഘട്ടത്തിൽ നമ്മളിപ്പോ എവിടെ ആയിരിക്കുന്നത്? ഇപ്പൊ നമ്മളായിരിക്കുന്നത് സഭായുഗത്തിലായിരിക്കുന്നത്. 7 സഭകളുടെ ആ കാലഘട്ടം, അതിൽ തന്നെ നമ്മൾ പറഞ്ഞു ലവോദിക്ക പീരീഡിലായിരിക്കുന്നു. ആട്ടെ, നമ്മളെക്കുറിച്ച് വല്ലതും ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടോ? എന്നുവെച്ചാൽ ഇവിടെ ഇരിക്കുന്ന വിവിധ സഭകളിലെ ഉത്തരവാദിത്തമുള്ള സഹോദരന്മാരാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. നമ്മളെക്കുറിച്ച് ഇതിൻ്റെ അകത്ത് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, ഉണ്ട്. അതാണ് നമ്മൾ 1-ാമത് വായിച്ചത്. എന്താ? 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ വായിച്ചപ്പോ അവിടെ കണ്ടോ, അല്ലെങ്കിൽ 16-ന്റെ തുടക്കത്തിൽ കണ്ടോ, 7 നക്ഷത്രം. 7 നക്ഷത്രം എന്ന് പറയുമ്പോ ഈ നിലയില് നമ്മള് ഒരു ചിത്രഭാഷയിലാണ് കാര്യങ്ങൾ പറയുന്നത്. സഭകളെ എന്തിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നു? നിലവിളക്കുകളോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നു. നമ്മൾ 20-ാമത്തെ വാക്യത്തിൽ കണ്ടല്ലോ, 1-ന്റെ 20 കണ്ടു. എന്താ? 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു. അപ്പൊ 7 നിലവിളക്ക് 7 സഭകള്. ഈ നിലവിളക്കുകളുടെ ഇടയിലാണ് മാറത്ത് പൊൻകച്ച കിട്ടിയവനായ കർത്താവ് നടക്കുന്നതായിട്ട് കണ്ടത്. അപ്പോ ഈ സഭകളെ ഏതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നു? നിലവിളക്കിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നു. ഓരോ സഭയും ഓരോ നിലവിളക്ക. തെറ്റിപ്പോകരുത്, 7 കവരങ്ങളുള്ള ഒരൊറ്റ നിലവിളക്കല്ല. എന്ത് വ്യത്യാസം? പഴയ നിയമത്തിൽ അങ്ങനെ. പഴയ നിയമത്തിൽ എന്താ? ഒരു നിലവിളക്കിന് 7 കവരങ്ങളുണ്ട് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു അടിസ്ഥാനത്തിൽ നിന്ന് 7ആയിട്ട് തിരിഞ്ഞ് 7 തിരിയില് വിളക്ക് പ്രകാശം കൊടുക്കുന്ന ഒരൊറ്റ വിളക്കായിട്ടല്ല സഭയെ പറഞ്ഞേക്കുന്നത്. സഭയെ പിന്നെ എന്തായിട്ടാ പറഞ്ഞേക്കുന്നത്? സഭയെ 7 വ്യത്യസ്ത വിളക്കുകളായിട്ടാ പറഞ്ഞിരിക്കുന്നത്. എന്തോ വ്യത്യാസം? ഇത് ഈ പറഞ്ഞു വരുന്നത് എന്താ? പറഞ്ഞു വരുന്നത് നമുക്കറിയാം. സഭകളൊക്കെ എന്താ?
സഭകള് ഓരോന്നും ഓരോ വിളക്ക, അല്ലാതെ ഒരൊറ്റ വിളക്കയില് 7 കവരമല്ല. ഇന്ന് പല സഭകളും അങ്ങനെ അല്ലേ, 7 വിളക്കുകളാ. ഓരോ ചർച്ചും അത് ഇൻഡിപെൻഡന്റാ, അല്ലാതെ ഒരു പ്രസ്ഥാനമല്ല. അപ്പൊ നമ്മൾ പറയും നമ്മളെങ്ങനെ പ്രിയമുള്ളവരെ, കോട്ടയം കേന്ദ്രമാക്കി അല്ലെങ്കിൽ ബാംഗ്ലൂർ കേന്ദ്രമാക്കി ഒരു സഭയല്ല ഇത്. നമ്മളെന്താ, തിരുവനന്തപുരം മുതൽ വയനാട് വരെ കേരളത്തിലെ വ്യത്യസ്ത സഭകളാ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കുന്നത് എന്തിനാ? അത് അന്യോന്യമുള്ള ഒരു ബഹുമാനത്തിലും ആ കൂട്ടത്തിൽ നിന്നാലേ എനിക്ക് സഹായം കിട്ടും എന്നുള്ള ഉറപ്പിലും നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സഹകരണം മാത്രമാണ്. വ്യത്യാസം മനസ്സിലായോ? ഓരോ സഭയും ഇൻഡിപെൻഡന്റ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു സഭയുടെ കാര്യത്തിൽ മറ്റൊരു സഭയുടെ കാര്യത്തിൽ കയറി ഇടപെടാത്തത്. ഇവിടെ ഒരിടത്തിരുന്ന് ഇതിനെയെല്ലാം നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയില്ല. ദൈവിക വചനത്തിൽ സഭകളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അങ്ങനെയാണ്. ഓരോ സഭയും ഓരോ നിലവിളക്കാണ്. ഇവിടെ കണ്ടോ, ഇത് ഞാൻ പറയുന്നതല്ല, ഇവിടെ കണ്ടോ, 7 നിലവിളക്ക് 7 സഭകൾ ആകുന്നു. പ്ലൂറല്ല പറഞ്ഞേക്കുന്നത്, അല്ലാതെ സിംഗുലറിലല്ല പറഞ്ഞേക്കുന്നത്. 7 സഭകൾ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മള് ഈ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ സഭാ ക്രമീകരണം നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ CFC എന്ന് പേരിടുന്നു. CFC എന്ന് പേരിടണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. ഇവിടെ ആദ്യം നമ്മൾ തുടങ്ങിയപ്പോൾ ക്രിസ്ത്യൻ അസംബ്ലി എന്നായിരുന്നു നമ്മുടെ പേര്. അപ്പൊ നമ്മൾ പറഞ്ഞു മറ്റിടത്തൊക്കെ CFC എന്നുണ്ട്, അപ്പം ഒരു വ്യത്യാസം ഇരിക്കട്ടെ. ഓക്കെ, നമുക്ക് നമ്മുടേതായ ഐഡന്റിറ്റി സൂക്ഷിക്കാം. പിന്നെ എന്തിനാ നമ്മൾ ബാംഗ്ലൂരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ മറ്റ് തിരുവനന്തപുരത്തെ ഒരു സഹോദരനോട് ഒരു അഭിപ്രായം ചോദിക്കുന്നത്? ആ സഹോദരൻ ദൈവിക വഴിയിൽ നടക്കുന്ന ഒരാളാണെന്നുള്ള നമുക്കുള്ള ഒരു മതിപ്പിന്റെയും അംഗീകാരത്തിന്റെയും അടിസ്ഥാനത്തിൽ അദ്ദേഹത്തോട് സഹകരിക്കുക ചെയ്യുന്നത്, അദ്ദേഹത്തോട് ഒരു അഭിപ്രായം ചോദിക്കുക ചെയ്യുന്നത്, അദ്ദേഹത്തെ വിളിച്ച് നമ്മൾ ക്ലാസ് എടുപ്പിക്കുക ചെയ്യുന്നത്. അത് അദ്ദേഹത്തിന്റെ കീഴിലല്ല. ഞാൻ പറയുന്നത് വ്യക്തമാകണമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 7 സഭകൾ എന്നതാണ് ദൈവത്തിന്റെ രീതി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 7 സഭകൾ പ്ലൂറലിലാണ് പറഞ്ഞിരിക്കുന്നത്, ബഹുവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ സഭയും ആ നിലയിൽ അവിടുത്തെ കാര്യങ്ങൾ, ആ പ്രാദേശിക സഭയുടെ കാര്യങ്ങൾ, അവിടെയുള്ളവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അവിടെയുള്ളവരാണ് അവിടുത്തെ സഭ. ആ നിലയിൽ നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ 7 പൊൻനിലവിളക്കുകൾ, അതുപോലെ എന്തുണ്ട്, 7 നക്ഷത്രം. 7 നക്ഷത്രം എന്താ, അതെന്താന്ന് നമ്മൾ ചോദിക്കേണ്ട. അതാണ്ട് ഇവിടെ പറയുന്നുണ്ട് 20-ാമത്തെ വാക്യത്തിൽ 1:20 എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും എന്ന് വെച്ചാൽ എന്താ, മിസ്റ്ററി, ആ മറഞ്ഞിരിക്കുന്ന ആ കാര്യം, ആ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക എന്ന് ദൈവാത്മാവ് പറഞ്ഞിട്ട് യോഹന്നാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. 7 നക്ഷത്രം 7 സഭകളുടെ ആകുന്നു. നിലവിളക്ക് എന്തിനെ കാണിക്കുന്നു? സഭകളെ കാണിക്കുന്നു. നക്ഷത്രം എന്തിനെ കാണിക്കുന്നു? ഈ നിലവിളക്കുകള് പ്രതിദാനം ചെയ്യുന്ന സഭകളുടെ ദൂതന്മാരെ കാണിക്കുന്നു. അപ്പൊ അതാരാ ഈ ദൂതന്മാരാരാ? ആരാ ഈ ദൂതന്മാര്? പ്രിയപ്പെട്ടവരെ, നമ്മള് ഈ നിലയിൽ നമ്മൾ വളരെ താഴ്മയുള്ള ആളുകളാണെന്ന് നമ്മൾ സാധാരണ പറയുന്നത്. എങ്കിലും ദൈവിക വചനത്തോട് ചേർത്ത് പറയുമ്പോൾ ഇവിടെ കണ്ടോ, ഈ ഓരോ പ്രാദേശിക സഭയുടെയും അതിൻ്റെ ഉത്തരവാദിത്വത്തിലുള്ളവരെ എന്തായിട്ടാ ദൈവവചനം വിവരിക്കുന്നത്? ഓരോ നക്ഷത്രമായിട്ടാണ് വിവരിക്കുന്നത്. 7 നക്ഷത്രം ആ സഭകളുടെ ദൂതന്മാരാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അതിന് നമ്മൾ ദൂതന്മാരൊന്നും അല്ലല്ലോ. ദൂതന്മാര് എന്ന് പറയുന്നത് മറ്റേ സ്വർഗത്തിലെ ദൂതന്മാരാ. ഓരോ സഭയ്ക്കും അങ്ങനെ വല്ലതും ദൂതന്മാര് കാണും, അല്ലാതെ ഈ ബ്രദർ പറയുന്ന പോലെ മൂപ്പന്മാരൊന്നും അല്ല എന്ന് ആരുടെയെങ്കിലും മനസ്സിലൊരു ചിന്തയുണ്ടോ? ഉണ്ടെങ്കിലും നമുക്ക് മലാഖിയുടെ പുസ്തകത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. ദൂതന്മാരാരാണ് എന്ന്
വ്യക്തമാക്കുന്ന ഒരു വാക്യം മലാഖിയുടെ പുസ്തകത്തിൽ നിന്ന് 2-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം ഞാനിങ്ങനെ വായിക്കാം. പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകിയാൽ അവന്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതുമല്ലോ. കണ്ടോ, ഇത് പഴയ നിയമ പുസ്തകമാണ് മലാഖി. ഈ മലാഖിയിൽ എന്താ പറയുന്നത്? പഴയ നിയമത്തിലെ കാര്യമാണ്. പഴയ നിയമത്തിൽ ഇസ്രായേലിന്റെ കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നതും ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിക്കുന്നതും അത് ജനത്തെ അറിയിക്കുന്നതും ആരായിരുന്നു? പുരോഹിതനായിരുന്നു. ആ പുരോഹിതനെ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? പുരോഹിതൻ യഹോവയുടെ ദൂതനാണ്. നമ്മള് എവിടുന്നായി പോയത്? 7 നക്ഷത്രം എന്ന് പറയുന്നത് 7 സഭകളുടെ ദൂതന്മാരാകുന്നു എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിലിരിക്കുന്ന ദൂതന്മാരല്ല, അവരെ നടത്തുന്ന ആ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണെന്നുള്ളതിന് പഴയ നിയമത്തിൽ നിന്ന് ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. അതായത് പഴയ നിയമ ഇസ്രായേലിലെ ദൈവത്തിനും അവർക്കും ഇടയ്ക്ക് നിന്ന് അവരുടെ കാര്യങ്ങൾ ദൈവത്തോടന്ന് പറയുകയും ദൈവത്തിൽ നിന്ന് കേട്ട് ഇസ്രായേൽ ജനത്തോട് ദൈവീകമായ മർമ്മങ്ങൾ വിവരിക്കുകയും ചെയ്തിരുന്ന പുരോഹിതനെ എന്ത് പറഞ്ഞിരിക്കുന്നു? ദൂതൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അല്ലാതെ സ്വർഗത്തിലെ ഒരു ദൂതനെയല്ല ദൂതൻ എന്ന് മലാഖി പറഞ്ഞിരിക്കുന്നത്, മറിച്ച് ഒരു പുരോഹിതനെയാണ്. പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ എന്ന് കണ്ടോ. അപ്പോ പഴയ നിയമ പുരോഹിതനെ ദൂതൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആട്ടെ, പഴയ നിയമ പുരോഹിതനെ ദൂതൻ എന്ന് പറഞ്ഞു കാണും. അതിന് പകരം ഇന്നിവിടെ അവിടെ ഇവിടെയുള്ള കൊച്ചു കൊച്ചു ലോക്കൽ ചർച്ചിൽ ഇരിക്കുന്ന നമ്മളെങ്ങനെ ദൂതനാകുന്നത്? നമ്മളെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിൽ നിന്ന് നമുക്കൊരു വാക്യം നോക്കാം. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 2 കൊരിന്ത്യർ 8-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം ഞാൻ ഇങ്ങനെ വായിക്കാം. അതിന്റെ 23, നമ്മുടെ നിങ്ങൾക്കായിട്ട് തീത്തോസിനെ കുറിച്ചാണ് 22-ാമത്തെ വാക്യത്തെ പറയുന്നത്. പൗലോസ് 8:22 തീത്തോസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ 23-ാമത്തെ വാക്യത്തിന്റെ മധ്യത്തില് പറഞ്ഞിരിക്കുന്നത് കണ്ടോ, നമ്മുടെ സഹോദരന്മാർ സഭകളുടെ ദൂതന്മാരും ക്രിസ്തുവിന് മഹത്വവും തന്നെ. എത്ര വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. 2 കൊരിന്ത്യർ 8:23. 2 കൊരിന്ത്യർ 8:23 ഞാൻ വായിച്ചത്. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്മുടെ സഹോദരന്മാർ. അവരെ എന്താ പറഞ്ഞിരിക്കുന്നു? ദൂതന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു. മലാഖി 2:7 പുരോഹിതനെ, പഴയ നിയമ പുരോഹിതനെ ദൂതനെന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമത്തിൽ വന്നപ്പോ പുതിയ നിയമത്തിലെ സഭയിലെ ആ നിലയിലുള്ള സഹോദരനെ എന്ത് പറഞ്ഞിരിക്കുന്നു? ദൂതൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാണ് എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ, നമുക്ക് വളരെ താഴ്മയോടുകൂടെ ഇങ്ങനെ സ്വീകരിക്കാം. അത് എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാനായിരിക്കുന്ന പ്രാദേശിക സഭ നിലവിളക്ക. ഞാൻ എന്താ? നക്ഷത്രം. അവന്റെ കയ്യിലിരിക്കുന്ന നക്ഷത്രം. അയ്യോ, നമുക്കങ്ങനെ തോന്നാറുണ്ടോ? നമ്മള് നക്ഷത്രമാണോ അവിടുത്തെ കയ്യിലിരിക്കുന്നത്? എന്നാൽ ഇവിടെ ദൈവവചനം അങ്ങനെയാ പറഞ്ഞേക്കുന്നത്. എന്നിട്ട് ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടേ കണ്ടോ, 8 നമ്മളിപ്പോ വായിച്ച 2 കൊരിന്ത്യർ 8:23 പറയുന്നു, നമ്മുടെ സഹോദരന്മാർ സഭകളുടെ ദൂതന്മാരും ക്രിസ്തുവിന് മഹത്വവും തന്നെ എന്ന് പൗലോസ് അങ്ങ് എടുത്ത് പറഞ്ഞിരിക്കുക, കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ കൂടിവരവ് അവിടുന്ന് ഇവിടുന്ന് കുറച്ച് പാവപ്പെട്ട കുറച്ച് പേര് ഇവിടെ ഇരുന്ന് ഇരിക്കുന്നു, അതാണ് സത്യം. എന്നാൽ പോലും സ്വർഗം ഇതിനെ എങ്ങനെ കാണുന്നു? നക്ഷത്രങ്ങളെ പോലെ കാണുന്നു എന്ന് പറയുമ്പോ അതിൻ്റെ അകത്ത് നിഗളിക്കാനൊന്നുമില്ല. മറിച്ച് നമുക്ക് വളരെ താഴ്മയോടെ, അയ്യോ ദൈവമേ, നീ എന്നെ അങ്ങനെ കാണുന്നെങ്കിൽ ഞാൻ അതിനൊപ്പമായിട്ടുണ്ടോ എന്നുള്ള ഒരു നിലവിളിയാണ് സത്യത്തെ നമുക്കത് തരുന്നത്, അല്ലേ? ദൈവം ഈ പാവപ്പെട്ട നമ്മളെ എങ്ങനെ കാണുന്നു? ഓരോ സഭയുടെയും ദൂതനായിട്ട് കാണുന്നു.
ഓരോ സഭയുടെയും ദൂതൻ എന്ന് പറഞ്ഞാൽ ആ ദൂതൻ എന്താ? നക്ഷത്രമാണ് എന്ന് നമ്മൾ ഇവിടെ കണ്ടു. ആ ആ ദൂതൻ നക്ഷത്രമാണ്. ഇവിടെ കണ്ടോ, 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെങ്ങനെ അപ്പൊ ഈ നക്ഷത്രമാണെങ്കിൽ അതിന് തിളക്കം വേണമല്ലോ. നമുക്കങ്ങനെ തിളക്കമൊന്നുമില്ലല്ലോ. വല്ലതും മുടി പോയാൽ എന്നെ പോലുള്ള വല്ലവരുടെയും തലയെ നോക്കിയാൽ ഒരു തിളക്കം കാണുമായിരിക്കും, അല്ലാതെ തിളക്കമൊന്നും കാണുന്നില്ലല്ലോ. എന്താ ഇത്? എവിടെയാ നമുക്ക് സ്വർഗീയ ദൃഷ്ടിയില് നമ്മൾ എങ്ങനെയാ നക്ഷത്രമാകുന്നത്? നമുക്ക് എവിടെയാ തിളക്കമുള്ളത്? നമ്മള് നോക്കുക, നമ്മൾ രക്ഷിക്കപ്പെടുമ്പോ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ നോക്കുക. നാം രക്ഷിക്കപ്പെടുമ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്? രക്ഷിക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാക്യം റോമർ 8-ന്റെ വാക്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. ഏറ്റവും തിളക്കമുള്ളത് ആർക്കാ? കർത്താവായ യേശു ക്രിസ്തുവിന്. നമുക്കറിയാം, അവിടുന്ന് ഈ ഭൂമിയിലായിരുന്നപ്പോ അവിടുന്ന് ഒടുവില് വെല്ലുവിളിച്ചു ചോദിക്കുന്നു, നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു ഇരുട്ടിനെ കുറിച്ച്, എന്നിലെ ഒരു തെളിച്ചമില്ലായ്മയെക്കുറിച്ച്, എന്നിലുള്ള ഇരുളിനെ കുറിച്ച് നിങ്ങളിൽ ആർ എനിക്ക് ബോധം വരുത്തും എന്ന് ചോദിച്ചപ്പോൾ ഒറ്റയാളും മിണ്ടിയില്ല. ഒരാൾക്കും ഒന്നും പറയാനില്ലായിരുന്നു. കണ്ടോ, കർത്താവാണ് 100% ആ നിലയിലുള്ള തിളക്കമുള്ള ആ നക്ഷത്രം. ആ തിളക്കമുള്ള കർത്താവിൽ നിന്ന് തിളക്കം പ്രാപിച്ചവരാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ. രക്ഷിക്കപ്പെട്ടവരെല്ലാവരും ആ നിലയിലാണ്. റോമർ 8-29 മുന്നറിഞ്ഞവരെ തൻ്റെ സഹോദരന്മാർ അനേകം ഈ നിലയില് നമ്മൾ വായിച്ചല്ലോ. അവിടെ തൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പൊ പ്രിയപ്പെട്ടവരെ, കാലാകാലങ്ങളിൽ നമ്മൾ എന്താണ് ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ അങ്ങനെ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ആ കർത്താവിൽ നിന്നുള്ള വെളിച്ചം പ്രാപിച്ച് തിളങ്ങുന്ന ആളുകളാണ്. നമ്മൾ എങ്ങനെയാ നക്ഷത്രമാകുന്നത് എന്ന ചോദ്യത്തിന് മറുപടിയാ. ആദ്യം നമ്മൾ ചോദിച്ചത് എന്താ? നമ്മൾ എങ്ങനെയാ ദൂതന്മാരാകുന്നത് എന്ന് ചോദിച്ചു. അതിന് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഓരോ വാക്യങ്ങൾ എടുത്തു പറഞ്ഞു. നമ്മൾ ദൂതന്മാരാന്ന് പറഞ്ഞു. രണ്ടാമത് നമ്മൾ ചോദിച്ചത് എന്താ? നമ്മൾ നക്ഷത്രങ്ങളാണെങ്കിൽ നമുക്ക് എങ്ങനെയാ തിളക്കമുള്ളത് എന്നാ ചോദിച്ചത്. അതിന്റെ മറുപടിയാണ് ഇപ്പോ പറയുന്നത്. നമ്മള് കർത്താവിന്റെ തിളക്കം കണ്ടോ. നമുക്കറിയാമല്ലോ, ചില ഗ്രഹങ്ങളും ചില നക്ഷത്രങ്ങളും ഒക്കെ മറ്റ് ജ്വലിക്കുന്ന സൂര്യനിൽ നിന്നുള്ള പ്രകാശം സ്വീകരിച്ച് അത് തിളങ്ങുക എന്ന് പറഞ്ഞതുപോലെ ഈ സഭയുടെ ദൂതന്മാരായിരിക്കുന്ന ആ നിലയിലുള്ള അവന്റെ മക്കള് എന്താ? അവര് തിളക്കമുള്ളവരാണ്. അവര് കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപതയുള്ളവരാണ് എന്ന് നമ്മൾ കാണുന്നു. റോമർ 13-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് ഒരു വാക്യം കൂടെ നോക്കാം. റോമർ 13-ന്റെ 12-ാം അത് രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. കണ്ടോ, പൗലോസ് റോമിലുള്ള ഈ സഹോദരന്മാരോട് പറയുന്നു, നിങ്ങൾ എന്താ വേണം? നിങ്ങൾ വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. നമ്മൾ എങ്ങനെയാ നക്ഷത്രങ്ങളാകുന്നത്, തിളങ്ങുന്നത് എന്ന് ചോദിച്ചാൽ, ഈ നിലയിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ അവനിൽ നിന്നുള്ള തിളക്കം പ്രാപിച്ചു. പിന്നീട് മുന്നോട്ട് പോകുമ്പം അതേ വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ച് നമ്മൾ കൂടുതൽ തെളിച്ചമുള്ള നക്ഷത്രങ്ങളായി നമ്മൾ തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. എന്നിട്ട് ഏതുവരെ ഇത് പോകും? എവിടെ വരെ ഇത് പോകും ഈ നക്ഷത്രങ്ങളുടെ തിളക്കം? 2 കൊരിന്ത്യരിലെ ആ വാക്യം നമുക്ക് പ്രിയപ്പെട്ട വാക്യം നമുക്കറിയാം. 2 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 3-18. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി
തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അപ്പൊ കണ്ടോ, തുടക്കം എവിടെയായിരുന്നു? തുടക്കം രക്ഷിക്കപ്പെട്ടപ്പോഴായിരുന്നു. പിന്നീട് രക്ഷിക്കപ്പെട്ടപ്പം അവനിൽ നിന്നുള്ള ആ തിളക്കം നമ്മൾ പ്രാപിച്ചു. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുന്തോറും വെളിച്ചത്തിന്റെ ആയുധവർഗം കൂടുതൽ കൂടുതൽ ധരിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ തിളക്കമുള്ള നക്ഷത്രങ്ങളായി തീർന്നു. ആ നക്ഷത്രങ്ങളായി തീർന്ന് നമ്മെ സംബന്ധിച്ച് ഇതെവിടെ വരെ പോകും? കണ്ടോ, കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അങ്ങനെ രൂപാന്തരപ്പെട്ട് നക്ഷത്രങ്ങളായിരിക്കുന്ന ആളുകളാണ് ഓരോ പ്രാദേശിക സഭയുടെയും ദൂതന്മാരായി ഇന്നിവിടെ ആയിരിക്കുന്നു. ഞാൻ പറഞ്ഞത് വ്യക്തമായോ? നമ്മള് ഒരൊറ്റ സഭയും അതേൽ 7 കവരങ്ങളുമാണെങ്കിൽ ഇത്രയും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ല. എന്താ, അതിന്റെ പ്രധാനപ്പെട്ട ആളുകൾ മാത്രം നക്ഷത്രങ്ങളായിട്ടിരുന്നാൽ മതിയായിരുന്നു. അതേസമയം ഓരോ പ്രാദേശിക സഭയും ഓരോ നിലവിളക്കാണെന്ന് പറയുമ്പോ ആ ഓരോ നിലവിളക്കിനോട് ചേർന്നും നക്ഷത്രങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോ ആ നക്ഷത്രങ്ങൾ ആരാ? അത് വെളിയിൽ നിന്ന് വരുന്ന ആളുകളല്ല, മറിച്ച് ആ സഭയിൽ തന്നെ പല വർഷങ്ങളായിട്ടുള്ളത്. നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും നമ്മുടെ കൂടുള്ള സഹോദരന്മാരിൽ നിന്ന് ഒരു നേട്ടമൊന്നും നമുക്ക് പറയാനില്ല. പക്ഷേ നമ്മളായിരിക്കുന്ന പ്രാദേശിക സഭയിൽ താരതമ്യേന നേരത്തെ വന്നവരോ അല്ലെങ്കിൽ ഈ സത്യത്തോടടുത്ത് വന്നവരോ അല്ലെങ്കിൽ ഈ സത്യത്തോട് ചേർന്ന് നിന്ന് സഹോദരന്മാർക്കും ആ നിലയിൽ ഒരു അംഗീകാരം അവരുടെ മുമ്പാകെ ഒരു അംഗീകാരം കിട്ടിയവരോ തിളക്കമുണ്ടെന്ന് മറ്റുള്ളവർ പറഞ്ഞവരോ അല്ലെങ്കിൽ മറ്റു കൂട്ടു സഹോദരന്മാർ ആ നിലയിൽ കൺസിഡർ ചെയ്തതും ഒക്കെ ആയ ആളുകളാണ് ഇന്ന് ഓരോ സഭയുടെ ദൂതന്മാരായി അതത് പ്രാദേശിക സഭയിൽ ഉത്തരവാദിത്വം വഹിക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള ഈ സഹോദരന്മാർ നമ്മളെ വളരെ താഴ്മയോടെ എളിമയോടെ നമ്മളെ തന്നെ ഒന്നും കൊള്ളാത്തവരായിട്ട് നമ്മൾ കാണുന്നെങ്കിൽ പോലും ദൈവവചനം നമ്മളെ എങ്ങനെ വിലയിരുത്തുന്നു? നക്ഷത്രങ്ങൾ എന്ന് വിലയിരുത്തുന്നു. ഇത് വിലയിരുത്തുന്നു എന്ന് നമ്മൾ കാണുമ്പം അത് നമ്മളെ നിഗളത്തിലേക്കല്ല കൊണ്ടുപോകുന്നത്, കൂടുതൽ താഴ്മയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അയ്യോ ദൈവമേ, എന്നെ നീ നിന്റെ വലം കൈയിലെ നക്ഷത്രമായിട്ട് പിടിക്കാൻ, ഈ നിലവിളക്കിന്റെ ദൂതനായിട്ട് എന്നെ കൂടെ കാണാൻ ഞാൻ എന്താ എൻ്റെ ഭാഗത്തുള്ള നന്മ? ഒരു നന്മയും ഇല്ലല്ലോ എന്നല്ലേ നമുക്ക് സ്വന്തം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആത്മാർത്ഥതയോടെ പറയാനൊക്കെ ഉള്ളൂ. ഇത് കാണുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ കൂടുതൽ വിനയവും കൂടുതൽ നന്ദിയും കൂടുതൽ താഴ്മയും അല്ലേ നമുക്ക് ഉണ്ടാകുന്നത്? അതെ, അങ്ങനെയാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഉണ്ടാകേണ്ടത്. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുമ്പം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ്. എന്താ, ഇതൊരു ചെറിയ കൂട്ടമൊന്നുമല്ല. ഇന്നിവിടെ 2 ദിവസം അല്ലെ 1.5 ദിവസം കൂടുന്നത് കുറച്ച് തൊഴിലൊന്നും ഇല്ലാത്ത കുറച്ചു പേര് ഇവിടെ കൂടിയിരിക്കുന്നു എന്നല്ല സ്വർഗം ഇതിനെ കാണുന്നത്. മറിച്ച് സ്വർഗം എങ്ങനെയാ കാണുന്നത്? അവന്റെ വലം കൈയിലെ നക്ഷത്രങ്ങൾ എന്ന് കാണുന്നു. നമ്മുടെ കൊച്ചു സഭ കുറച്ച് പാവപ്പെട്ട സഹോദരിമാരും പാവപ്പെട്ട സഹോദരന്മാരും സമൂഹം ഒട്ടും വില മതിക്കാത്ത കുറച്ച് പാവപ്പെട്ട മനുഷ്യരാണ് നമ്മൾ ഈ കൂടുന്നത് നമ്മുടെ പ്രാദേശിക ഇടങ്ങളിൽ. പക്ഷെ അതിനെ സ്വർഗം എങ്ങനെ കാണുന്നു? നിലവിളക്കെന്ന് കാണുന്നു. സഭയെ നിലവിളക്കെന്നും സഭയുടെ ദൂതന്മാരെ നക്ഷത്രങ്ങളെന്നും കാണുമ്പോ എത്ര വലിയൊരു ഉത്തരവാദിത്തമാണ് ഇന്ന് നമുക്കുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഈ തിരിച്ചറിവ് നമ്മളെ എന്ത് ചെയ്യും? നമുക്ക് കൂടുതൽ എന്ത് തരും? കൂടുതൽ ഉത്തരവാദിത്വവും. അയ്യോ, ഇങ്ങനെയാണ് ദൈവം എന്നെ കാണുന്നതെങ്കിൽ, ഇങ്ങനെയാണ് ഞങ്ങളുടെ കൊച്ചു സഭയെ ദൈവം വീക്ഷിക്കുന്നതെങ്കിൽ എത്ര ഗൗരവത്തോടെ ഈ സഭയെ മുന്നോട്ട് കൊണ്ടുപോകണം, എത്ര ഗൗരവത്തോടെ ഞാൻ എൻ്റെ ജീവിതത്തെ സൂക്ഷിക്കണം എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഈ ചിന്തകൾ നമുക്ക് തരും. അതുകൊണ്ടാണ് ഞാൻ ഇത് വായിച്ചത്. പ്രിയപ്പെട്ടവരെ, നോക്കുക, ഇവിടെ നമ്മള് തുടർന്ന് ഈ 1-ാം അധ്യായം നീ കണ്ടത്, 2, 3 അധ്യായം ഇപ്പോഴുള്ളത്, 4 മുതൽ 22 വരെയുള്ള അധ്യായം മേലിൽ സംഭവിപ്പാനിരിക്കുന്നത് എന്ന് 3ആയിട്ട് നമ്മൾ തിരിച്ചു. അതിൽ
രണ്ടും മൂന്നും അധ്യായത്തില് 7 സഭകള് അല്ലെങ്കിൽ 7 നിലവിളക്കുകളെ കുറിച്ച് പറഞ്ഞിരിക്കുക. 7 നിലവിളക്കുകളെ കുറിച്ചും അവിടെയുള്ള നക്ഷത്രങ്ങളെ കുറിച്ചും പറഞ്ഞിരിക്കുക. ഈ നിലയില് നമ്മളെ നക്ഷത്രമാക്കി വെച്ചിരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സഭകള് പൊൻനിലവിളക്കുകളായിട്ട് സ്വർഗം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? അത് നമുക്ക് ചില ഉത്തരവാദിത്വം തരുന്നുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. അതെന്തൊക്കെയാണെന്ന് ഈ ആദ്യത്തെ സഭയോട് മാത്രമുള്ള ബന്ധത്തിൽ നമുക്കൊന്ന് വളരെ വേഗത്തിൽ ഒന്ന് നോക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. ഒന്നാമത്തെ സഭ ഇവിടെ പറഞ്ഞത് ഏത് സഭയാണ്? അത് എഫേസോസിലെ സഭയാ. എഫേസോസിലെ സഭ എന്ന് പറയുന്ന ഈ സഭ നമുക്കറിയാവുന്നത് പോലെ ആദ്യത്തെ 100 വർഷം, അതായത് കർത്താവ് ഭൂമിയിൽ വന്നിട്ട് ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യഗണത്തിന് പ്രത്യക്ഷമായി, ആ നിലയിൽ പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് വന്ന് അപ്പോസ്തലന്മാരൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞുള്ള ആദ്യത്തെ ഒരു 100 വർഷത്തെയാണ് ഈ എഫേസോസിലെ സഭ പ്രതിനിധാനം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള സ്മുർന്നയിലെ സഭയോ? സ്മുർന്നയിലെ സഭ എന്ന് പറയുമ്പോൾ അത് അടുത്ത സഭ, രണ്ടാമത്തെ സഭ, 8-ാമത്തെ വാക്യം മുതൽ, 2-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം മുതൽ പറയുന്ന സ്മുർന്നയിലെ സഭ ഈ എഫേസോസിലെ സഭ കഴിഞ്ഞിട്ട് ഉള്ള സഭാചരിത്രത്തിലെ അടുത്ത ഘട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. ആ സ്മുർന്നയിലെ സഭ ഏതാണ്ട് AD 100 മുതൽ AD 312 വരെയുള്ള കാലഘട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അപ്പൊ കണ്ടോ, ഈ അപ്പോസ്തല പ്രവൃത്തി ഏകദേശം കർത്താവ് കടന്നുപോയി ആദ്യത്തെ ഒരു 35 വർഷത്തെ കഥകളാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നത്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി പറയാത്തതും ഏകദേശം AD 100 വരെയുള്ള ആ കാലഘട്ടത്തെയാണ് എഫേസോസിലെ സഭ പ്രതിനിധാനം ചെയ്യുന്നത്. സ്മുർന്നയിലെ സഭയോ AD 100 മുതൽ 312 വരെ. ഇങ്ങനെ പെർഗമോസിലെ സഭ അത് കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടം. ഇങ്ങനെയാണ് ഇതിനെ തിരിച്ചു പോകുന്നത്. അങ്ങനെ തിരിച്ചു വന്ന് നമ്മൾ ഇന്നായിരിക്കുന്ന കാലഘട്ടത്തിൽ വന്നപ്പോൾ എവിടെ എത്തി? ലവോദിക്ക സഭയിലെത്തി. നമ്മൾ അതിന്റെ ചരിത്രമോ വിശദാംശങ്ങളിലേക്കോ പോകുന്നില്ല. നമ്മൾ ഒരൊറ്റ കാര്യം പറയാനാണ് വന്നത്. നമ്മളെ നക്ഷത്രങ്ങളായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊക്കെ കാര്യങ്ങളിൽ ഗൗരവമുള്ളവരായിരിക്കണം എന്ന് ഈ എഫേസോസിലെ സഭയെ, ഒന്നാമത്തെ സഭയെ സംബന്ധിച്ച് വളരെ വേഗത്തിൽ ഒന്ന് ചിന്തിച്ചു പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആട്ടെ, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. എഫേസോസിലെ സഭയെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ദൂതന്മാരായ ആ മൂപ്പന്മാർ ഏത് കാര്യമൊക്കെയായിരുന്നു ശ്രദ്ധിച്ചത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടിയിരുന്നത് എന്നാണ് അവിടെ പറയുന്നത്. 2-ാമത്തെ വാക്യം 2:2, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും. അപ്പൊ നമ്മൾ ചെയ്യുന്ന കൊച്ചു പ്രവൃത്തി, ഈ നിലവിളക്കുകളോട് ചേർന്നുള്ള നക്ഷത്രങ്ങള് ചെയ്യുന്ന കൊച്ചു പ്രവൃത്തി ദൈവം കാണുന്നു. അതെല്ലാം ഞാൻ അറിയുന്നു എന്നാണ് അവിടെ പറയുന്നത്. 3-ാമത്തെ വാക്യത്തിൽ ആ സെന്റൻസ് തീരുമ്പം ഞാൻ അറിയുന്നു. സഹോദര, നീയും ഞാനും ചെയ്യുന്ന ആ പ്രവൃത്തി നമ്മുടെ ദൈവം അറിയുന്നു. നമ്മുടെ പ്രയത്നം അത് ദൈവം അറിയുന്നു. സഹിഷ്ണുത അത് ദൈവം അറിയുന്നു. അയ്യോ, നമ്മൾ പലപ്പോഴും പറയുന്നത് എന്തുവാ? അയ്യോ, ഇവിടെ ഞാൻ കഷ്ടപ്പെടുന്നു ഒന്നും ഒരാളും അറിയുന്നില്ല എന്നല്ലേ പലപ്പോഴും നമ്മൾ പറയുന്നത്. രാവിലെ വന്ന് കസേരയെല്ലാം ഇട്ട് ഒരാളും തലേന്ന് വന്ന് കസേര ഇടാത്തപ്പം രാവിലെ നമ്മൾ വന്ന് കസേര ഇട്ട് കാല് വെക്കാനുള്ള ചവിട്ടി ഇട്ടേച്ച് നമ്മൾ ഇതെല്ലാം തുറന്നൊക്കെ ഇട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്തേച്ച് നമ്മുടെ ഭാവം എന്താ? ഒരാളും ഇത് അറിയുന്നില്ലല്ലോ. ഇവിടെ കണ്ടോ, അറിയുന്നു. ആരറിയുന്നു? അറിയേണ്ടവൻ അറിയുന്നുണ്ട്. സഹോദരന്മാരെ, വിഷമിച്ചു പോകല്ലേ. നിന്റെ പ്രവൃത്തി, പ്രയത്നം, സഹിഷ്ണുത ഇതൊക്കെ ഞാൻ അറിയുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. പോട്ടെ, അതൊക്കെ പോസിറ്റീവായ കാര്യം. നെഗറ്റീവായ ഏതൊക്കെ കാര്യങ്ങളിലാണ് ഈ
നക്ഷത്രങ്ങള് അല്ലെങ്കിൽ ദൂതന്മാര് അല്ലെങ്കിൽ മൂപ്പന്മാര് ഗാർഡഡ് ആയിട്ടിരുന്നത്, അവരെ ജാഗരൂകരായിരുന്നത്, അതാണ് അടുത്ത് പറയുന്നത്. കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും, നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ കണ്ടോ, ഈ സഭയില് വന്ന് തെറ്റായ നിലയില് സ്വാധീനം ചെലുത്താൻ വരുന്ന കള്ള അപ്പോസ്തലന്മാരെ ഈ മൂപ്പന്മാര് തിരിച്ചറിഞ്ഞു. അതിനെ ഒരു നല്ല കാര്യമായിട്ടാ പറയുന്നത്. എന്നിട്ട് അവിടെ പിന്നീടുള്ള അതിന്റെ 6-ാമത്തെ വാക്യം കണ്ടോ, എങ്കിലും നിക്കോലാവ്യരുടെ നടപ്പ് നീ പായിക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട് എന്ന് എഫേസോസിലെ സഭയെക്കുറിച്ച് പിന്നീട് പറയുന്നു. എന്തോ ഈ നിക്കോലാവ്യരുടെ നടപ്പെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ, സാധാരണ ദൈവജനത്തിന്റെ മുകളില് തങ്ങൾ ഏതാണ്ടോ വലിയ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരാണെന്നുള്ള ഒരു ഇംപ്രഷൻ കൊടുത്ത് അവരെ പല നിലയിൽ നിയന്ത്രിക്കുന്ന, അവരുടെ മേൽ ആധിപത്യം പുലർത്തിയിരുന്ന ഒരു കൂട്ടരാണ് ഈ നിക്കോലാവ്യര്. ആ നിക്കോലാവ്യരെ ആര് സഹിച്ചില്ല? ഇവിടെ എന്താ പറയുന്നത്? നിക്കോലാവ്യരുടെ നടപ്പിനെ നീ എന്തോ ചെയ്തു? അതിനെ സഹിച്ചില്ല, അതിനെ പകച്ചു. കണ്ടോ? അപ്പൊ രണ്ട് പോസിറ്റീവായ കാര്യമായി ഇവരെ കുറിച്ച് പറയുന്നത്. മറ്റുള്ളവരുടെ നെഗറ്റീവായ കാര്യങ്ങളെ കണ്ടെത്തി ഇവരെ അതിനോട് എതിർത്ത് നിന്നതിനെ രണ്ട് പോസിറ്റീവായ കാര്യമായിട്ടാ പറയുന്നത്. ഒന്ന്, കള്ള അപ്പോസ്തലന്മാരെ തിരിച്ചറിഞ്ഞവരെ മാറ്റി നിർത്തി. നിക്കോലാവ്യരെന്താ? അവര് പാവപ്പെട്ട ഈ വിശ്വാസികളുടെ മേല് വന്ന് പല നിലയില് അവരുടെ ആധിപത്യം അടിച്ചേൽപ്പിച്ച് വലിയ ആളുകളായിട്ട് പെരുമാറുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് സഭകൾ നമ്മൾ നോക്കിയാൽ ആ നിലയിലുള്ള നിക്കോലാവ്യത്വം പലയിടത്തും നമുക്ക് കാണാനൊക്കും, അല്ലേ? ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, നമുക്ക് അറിയാം. ഈ നിക്കോലാവ്യരുടെ നടപ്പിനെ ഇവരെന്തോ ചെയ്തു? അത് പകച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ 2-ാം അധ്യായം തന്നെ 14-ാമത്തെ വാക്യം കണ്ടോ? അടുത്ത സ്മുർണയിലെ സഭ കഴിഞ്ഞ് പെർഗമോസിലെ സഭയെ കുറിച്ച് പറയുമ്പോഴും എന്തോ ഉണ്ട്, നിക്കോലാവ്യരുടെ ഉപദേശത്തെ കുറിച്ച് പറയുന്നുണ്ട്. 2:14-15 വാക്യം നോക്കുക. അവണ്ണം നിക്കോലാവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുമുണ്ട്. ആദ്യത്തെ സഭ എഫേസോസിലെ സഭയെന്തോ ചെയ്തു? നിക്കോലാവ്യരോട് എതിർത്ത് നിന്നു, അവരെ പകച്ചു. എന്നാൽ അത് കഴിഞ്ഞ് സ്മുർണ AD 100 മുതൽ 312 വരെ, AD 312 മുതൽ തുടങ്ങിയ പെർഗമോസിലെ സഭയിലേക്ക് വന്നപ്പം കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ പറ്റി? ഈ നിക്കോലാവ്യത്വം സഭയിൽ വന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. നിക്കോലാവ്യരുടെ അതിന്റെ 15-ാമത്തെ വാക്യം, അവണ്ണം നിക്കോലാവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുമുണ്ട്. അപ്പൊ കണ്ടോ, നാളുകൾ കടന്നു പോകുമ്പം സഭ കൂടുതൽ പുറത്തു നിന്നുള്ള ഈ നിലയിലുള്ള സ്വാധീനങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ട് തെറ്റിക്കപ്പെട്ടു പോവുക. പക്ഷെ എഫേസോസിലെ സഭ എന്തോ ചെയ്തു? അതിനെതിരെ ജാഗ്രത പാലിച്ചു. കള്ള അപ്പോസ്തലന്മാരെ മാറ്റി നിർത്തി, നിക്കോലാവ്യരുടെ നടപ്പിനെ പകച്ചു. ഇതൊക്കെ അവരെ കുറിച്ചുള്ള പോസിറ്റീവായ കാര്യമായിട്ട് പറയുക. ഞാൻ എന്തിനാ ഇവരെ കുറിച്ചുള്ള ഈ പോസിറ്റീവായ കാര്യം തുടക്കത്തിൽ പറയുന്നത്? ഇവരെ കുറിച്ച് നെഗറ്റീവായിട്ട് പറഞ്ഞേക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവരെ കുറിച്ച് പറഞ്ഞ പോസിറ്റീവായ കാര്യം നമ്മൾ എടുത്തു പറയുക. കണ്ടോ, പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, ദൈവം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുകയല്ല, നമ്മുടെ കുറ്റമല്ല ആദ്യം എടുത്ത് പറയുന്നു, നമ്മുടെ നന്മ ആദ്യം പറയും. ഈ സഭകളോടെല്ലാം പരിശുദ്ധാത്മാവ് ഇടപെടുമ്പം ആദ്യം എന്താ ചെയ്യുന്നു? അവരുടെ നന്മയാണ് എടുത്തു പറയുന്നത്. എന്നിട്ടാണ് അവരെ ശാസിക്കേണ്ട ഒരു കാര്യം രണ്ടാമതായിട്ടാണ് പറയുന്നത്. ഇവിടെ എഫേസോസിലെ സഭയെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിന്റെ തുടക്കത്തില് ഇവര് ഈ കള്ളയപ്പോസ്തലന്മാരെ തിരിച്ചറിഞ്ഞ് അവരെ മാറ്റി നിർത്തി. നിക്കോലാവ്യരുടെ നടപ്പ്
അവര് എന്ത് ചെയ്തു? അതിനെ പകച്ചു, അതിനെ മാറ്റി നിർത്തി. ഇതിനെയൊക്കെ പോസിറ്റീവായ ഒരു കാര്യമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളും ഈ നിലയിൽ ഒന്നാമത്തെ ഈ സഭയുടെ ഈ പോസിറ്റീവായ കാര്യത്തെ നമ്മൾ എടുക്കുമ്പോൾ നമ്മളും എന്തോ ചെയ്യണം? നമ്മളും ഈ നിലയില് തെറ്റായി വരാവുന്ന, ആ നിലയിലുള്ള കടന്നു വരാവുന്ന ഉപദേശങ്ങളെയും സ്വാധീനങ്ങളെയും തിരിച്ചറിഞ്ഞ് നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. എന്തുകൊണ്ട് നമ്മൾ ജാഗ്രതയുള്ളവരാകണം? നമ്മളാണ് നക്ഷത്രങ്ങൾ. നമ്മളാണ് ഈ നിലവിളക്കിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന തിളക്കമുള്ള അവന്റെ വലങ്കയിലെ നക്ഷത്രം. അതുകൊണ്ട് നമ്മൾ ഇവരെ പോലെ ജാഗ്രത കാണിക്കണം. അങ്ങനെ ജാഗ്രത കാണിക്കണമെങ്കിൽ നമ്മൾ എന്തോ വേണം? പുതിയ നിയമത്തിൽ നിന്ന് നമുക്ക് ചില വാക്യങ്ങൾ നോക്കാം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിലേക്ക് വരിക. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം: സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ. പ്രിയപ്പെട്ടവരെ, കാലം കടന്നു പോകുമ്പോ, പ്രത്യേകിച്ച് നമ്മൾ ഈ നിലയിലെ ഒരു അന്തിമ കാലയളവില്, ലവോദിക്ക സഭയുടെ ഒരു കാലയളവിൽ വരുമ്പം പല നിലയിലുള്ള തെറ്റായ കാര്യങ്ങൾ കടന്നു വരാനിടയുണ്ട്. അങ്ങനെ കടന്നു വരുമ്പം നമ്മൾ ഈ എഫേസോസിലെ നക്ഷത്രങ്ങൾ ചെയ്തതുപോലെ നമ്മൾ സകലവും ശോധന ചെയ്ത് നല്ലത് മാത്രം മുറുകെ പിടിച്ചാൽ കള്ള അപ്പോസ്തലന്മാരെ അകറ്റി നിർത്താൻ ഒക്കും. നിക്കോലാവ്യത്വത്തെ പടിക്ക് പുറത്ത് നിർത്താനായിട്ടൊക്കും. അതുകൊണ്ട് നമ്മൾ സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിലും ഈ കാര്യം ശോധന ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ കാണുന്നുണ്ടല്ലോ. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. 1 യോഹന്നാൻ 4-ന്റെ 1-2 വാക്യങ്ങൾ: പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവേ. കണ്ടോ, 1 തെസ്സലോനിക്കർ 5-ൽ നിന്ന് ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ എന്ന് പറഞ്ഞപ്പം 1 യോഹന്നാൻ 4-ന്റെ 2-ൽ പറയുന്നു ശോധന ചെയ്യുവീൻ എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മള് ശോധന ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ തെറ്റായ ആ നിലയിലുള്ള സ്വാധീനങ്ങളെ ശോധന ചെയ്ത് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മള് ദൈവവചനത്തോടടുത്ത് നിന്നാലേ നമുക്ക് ശോധന ചെയ്യാൻ ഒക്കൂ. ഏതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ശോധന ചെയ്യുന്നത്? ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ ഒരു തോന്നലിന്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ ശോധന ചെയ്യുന്നത്? അല്ലെങ്കിൽ ചിലർ പറയല്ലേ, ചില സഭകളിൽ ചിലർ പറയല്ലേ, ഞാനൊരു ദർശനം കണ്ടു, ഒരു എനിക്കൊരു ദൈവാത്മാവ് എന്നെ ഒരു ദർശനം കാണിച്ചു, അതിന്റെ അടിസ്ഥാനം. അങ്ങനെയല്ല. നമ്മൾ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ശരിയാണോ തെറ്റാണോ എന്ന് ശോധന ചെയ്യുന്നത്? ഏതിന്റെ അടിസ്ഥാനത്തിലാ? ഒരു തട്ടാന് നല്ലതാണോ തീയതാണോ എന്ന് ശോധന ചെയ്യുന്നത് ഏതിലൂടെ കടത്തിവിട്ട? തീയിലൂടെ കടത്തിവിട്ട, അല്ലെങ്കിൽ വെളിച്ചത്തെ പിടിച്ച എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ നിക്കോലാവ്യത്വവും കള്ള അപ്പോസ്തലത്വവും ഒക്കെ തിരിച്ചറിയുന്നത് ദൈവവചനം എന്ന വെളിച്ചത്തിന്റെ നേരെ പിടിച്ചാണ് ഇതിനെ ശോധന ചെയ്യേണ്ടത്. അതുകൊണ്ട് ദൈവവചനം നമ്മൾ കൂടുതൽ അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ വന്നാൽ അതിനെ ദൈവവചനത്തോട് ചേർത്ത് അതിനെ കണക്കിലെടുത്ത് ശോധന ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. 1 തീമോഥെയോസ് 1-ാം അധ്യായത്തിൽ നിന്നൂടെ നമുക്ക് ഒരു വാക്യം ഈ നിലയിൽ നമുക്ക് നോക്കാം. 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം: അന്യത ഉപദേശിക്കരുതെന്നും. 1 തീമോഥെയോസ് 1:3. അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കണം എന്ന് തീമോഥെയോസിനോട് പൗലോസ് പറയുക. കണ്ടോ, അപ്പൊ 1-ാം നൂറ്റാണ്ടിലും ഇത് ഉണ്ടായിരുന്നു. തീമോഥെയോസിനോട് പൗലോസ് ഇവിടെ എന്താ പറയുന്നത്? നീ അവിടെ നിന്ന് ശോധന ചെയ്യ്. അവിടെ അന്നത്തെ കാലത്ത് അന്തമില്ലാത്ത ചില വംശാവലികളും കെട്ടുകഥകളും ഒക്കെ കൊണ്ടുവന്ന് സഭയുടെ ആ ഒരു പവിത്രത നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പം
പൗലോസ് തീമത്യോസിനോട് പറയുന്നു, തീമത്യോസേ, നീ എഫേസോസിൽ താമസിക്കണം. ഈ പറഞ്ഞ ഇടത്താണ്. എഫേസോസ് എന്ന് പറയുന്ന അന്നുണ്ടായിരുന്ന ആ സഭ, അവർക്കാണ് എഫേസ്യ ലേഖനം എഴുതിയത്. ഇവരെയാണ് ഇപ്പം ഒന്നാമത്തെ സഭയായിട്ട് ഈ പറയുന്നത്. അപ്പോൾ നീ എഫേസോസിൽ താമസിക്കണം എന്ന് പറയുമ്പോ അവിടെ എന്താ വരാവുന്നത്? വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ലാതെ മറിച്ച് തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ഒക്കെ സഭയിൽ കൊണ്ടുവരാനുള്ള പ്രവണതയ്ക്കെതിരെ നീ അവിടെ നിന്ന് ജാഗ്രത പാലിക്കണം, നീ അതിനെ ശോധന ചെയ്യണം എന്ന് തീമത്യോസിനെ പറഞ്ഞ് ഏർപ്പെടുത്തുക. അതുകൊണ്ടാണ് എഫേസോസിൽ അങ്ങനെ ഒരാളെ നിർത്തി, അല്ലെങ്കിൽ ആ നിലയിലെ ജാഗ്രത അവർക്ക് കൊടുത്തത് കൊണ്ടാണ് അവർക്ക് എന്ത് തിരിച്ചറിയാൻ കഴിഞ്ഞത്? ഈ കള്ള അപ്പോസ്തലന്മാരെയും നിക്കോലാവ്യത്വത്തെയും ഒക്കെ തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞത് എന്ന് നമുക്ക് ഇവിടെ നിന്ന് കണ്ടെത്താം. അപ്പൊ ഞാൻ എന്തോ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മള് ആ നിലയില് സഭയുടെ ദൂതന്മാരാണെങ്കിൽ അല്ലെങ്കിൽ നക്ഷത്രങ്ങളാണെങ്കിൽ നമ്മൾ എന്തോ വേണം? നമ്മള് ഓരോ കാലഘട്ടത്തിൽ വരുന്ന ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് വരുന്ന കാര്യങ്ങളെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ശോധന ചെയ്ത് തിരിച്ചറിഞ്ഞ് അതിനെതിരെ നിലപാടെടുക്കണം. എന്നാലേ നമ്മൾ സഭയുടെ ദൂതന്മാർ എന്ന ഉത്തരവാദിത്വം പാലിക്കുന്നുള്ളൂ എന്ന കാര്യം നമ്മൾ ഓർക്കണം. നമ്മൾ ഒരാളോട് പെരുമാറുമ്പോൾ ദൈവവചനം എന്ന ആ കണ്ണാടി വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഒരു വശത്ത് നമുക്ക് അവരോടുള്ള സ്നേഹവും അടുപ്പവും ഉണ്ടാകണം. അല്ലാതെ നമ്മളെല്ലാം എല്ലാവരെയും അടിക്കുന്ന വടിയും കൊണ്ടല്ല നിൽക്കേണ്ടത്. തീർച്ചയായിട്ടും ആളുകളോട് കർത്താവ് പെരുമാറിയതുപോലെ സ്നേഹത്തോടെ തന്നെയാ പെരുമാറേണ്ടത്. അവരുടെ ഷൂസിൽ നിന്ന് കാര്യങ്ങളെ കാണണം. നമ്മൾ അവനോട് എന്ത് വേണം? സിമ്പതൈസ് ചെയ്യണം. അവന്റെ ഷൂസിൽ നിന്ന് കാര്യങ്ങളെ മനസ്സിലാക്കണം. അപ്പൊ തന്നെ അതിന്റെ മറുവശം എന്താ? മറുവശം ശോധന ചെയ്യുകയും വേണം. ഈ വരുന്നത് ജെനുവിനാണോ അതോ വേറെ ഏതെങ്കിലും നിക്കോലാവ്യത്വമോ കള്ള അപ്പോസ്തലത്വമോ മറ്റേതെങ്കിലും ഒരു സ്വാധീനം കൊണ്ടുവരുന്ന ഒരു ആളാണോ എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം നമ്മൾ മറ്റാരും ഈ കാര്യം നോക്കാനായിട്ട് ഇല്ല. സഭയുടെ ദൂതന്മാര് എന്നുള്ള നിലയിൽ നമുക്കാണ് ആ ഉത്തരവാദിത്വം എന്ന് കാണുമ്പോൾ ഇത് എത്ര വലിയൊരു ഉത്തരവാദിത്വമാണ്. ഇതേവരെ ഈ സഭയുടെ, എഫേസോസിലെ സഭയുടെ പോസിറ്റീവായ കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. എന്നാൽ അവരുടെ ഒരു നെഗറ്റീവായ കാര്യം അവിടെ പറയുന്നുണ്ട്. അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ, 2-ന്റെ 4-ാമത്തെ പറയുന്നു. അവിടെ എന്താ പറയുന്നത്? 4-ാമത്തെ വാക്യം നോക്കുക. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് അവിടെ പറയുന്നു. കണ്ടോ, ഇവരെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും എല്ലാം അവനെ അഭിനന്ദിച്ച് ആദ്യം പറഞ്ഞേച്ച് ആ സഭയുടെ തെറ്റായ ഒരു പ്രവണതയെ ഇതാ രണ്ടാമത് പരിശുദ്ധാത്മാവ് എടുത്ത് പറയുന്നു. അതെന്താ? നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കാര്യമാണ് അവിടെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ സ്നേഹം, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. ഇത് സഭയെ സംബന്ധിച്ച, ഈ നിലവിളക്കിനെ സംബന്ധിച്ച. പക്ഷേ ഇത് ആ സഭയുടെ ദൂതനെ എഴുതുക. നിങ്ങൾ കണ്ടോ, 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം കണ്ടോ? ഈ എഴുത്താർക്കാ ചെല്ലുന്നത്? എഫേസോസിലെ സഭയുടെ ദൂതൻ എഴുതുക. ആ ദൂതന് അല്ലെങ്കിൽ ആ നക്ഷത്രത്തിന് അവനാണ് ഈ എഴുത്ത് കിട്ടുന്നത്. അപ്പൊ അവനോടായി ഇത് പറയുന്നത്, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന കുറ്റം. അപ്പൊ സഭയാണ് ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ പോലും നമുക്ക് എന്തോ കാണാൻ കഴിയും? ഈ ദൂതന്മാരെങ്ങനാണോ അങ്ങനെ ആയിരിക്കും സഭ എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സത്യം. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഓരോ സഭയുടെ ഉത്തരവാദിത്വം ഉള്ളവരാണല്ലോ. നമ്മൾ എന്തുകൊണ്ട്
ദൈവീകമായ പ്രമാണങ്ങൾക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ നിൽക്കണം. നമ്മൾ എങ്ങനെയാണോ ആ നിലയിലേ എന്ത് വരികയുള്ളൂ, ആ സഭ വരികയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം എത്ര വലുതാ. ഇവിടെ കണ്ടോ, പരിശുദ്ധാത്മാവിന് തെറ്റിയതാണോ? സഭയ്ക്ക് എഴുതുക എന്നല്ല, സഭയുടെ ദൂതന് എഴുതുക. എന്നിട്ട് പറയുന്നു നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. അപ്പം എഫേസോസിലെ സഭയുടെ ആദ്യ സ്നേഹം പോയെങ്കിൽ അതിനു മുമ്പ് ആരുടെ ആദ്യ സ്നേഹം പോയി? അവിടുത്തെ ദൂതന്റെ ആദ്യ സ്നേഹം പോയി. അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവന്റെ ആദ്യ സ്നേഹം പോയി. അതാണ് ആ സഭയിൽ നിഴലിക്കുന്നത്. നമ്മൾ പറയാറുണ്ടല്ലോ, ആ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പോലെ ആയിരിക്കും അവരെ മേയിക്കുന്ന ആടുകൾ. അവരുടെ സഭ ആ ഉത്തരവാദിത്തത്തിലുള്ളവരെ പോലെ ആയിരിക്കും. അങ്ങനെയുണ്ടെങ്കിൽ ഇത് എത്ര ഗൗരവം ഉള്ള ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഈ സ്നേഹത്തെക്കുറിച്ച് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തില് പൗലോസ് ലേഖനം എഴുതുമ്പം ഒരു തിന്മയും പറയാതെ അവരെ അഭിനന്ദിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ. എന്നിട്ട് ചില വർഷങ്ങൾ കഴിഞ്ഞ് പൗലോസ് മരിച്ച് യോഹന്നാൻ ഇതാ AD 95 ഇതേ എഫേസോസിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പം പറയുന്നു നിന്റെ ആദ്യ സ്നേഹം വിട്ടുപോയി എന്ന് പറയുന്നു. ഇവരുടെ ആദ്യത്തെ അവസ്ഥ എങ്ങനെയായിരുന്നു? ആദ്യത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയാൻ എഫേസ്യ ലേഖനത്തിലേക്ക് തിരിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. എഫേസ്യ ലേഖനത്തിൽ നിന്ന് നമുക്ക് 2 വാക്യങ്ങൾ നോക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വവും പിതാവുമായവൻ നിങ്ങളെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഞാൻ പൗലോസിന് പറഞ്ഞിട്ട് നിർത്താൻ പറ്റുന്നില്ല. കണ്ടോ, നിങ്ങളത് വായിച്ചു നോക്കിയോ? 1:15 എന്താ പറയുന്നത്? അവരുടെ എഫേസോസ് സഭയുടെ വിശ്വാസത്തെയും അവരുടെ സ്നേഹത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് ഞാൻ കേട്ടിട്ട് ഞാൻ എന്തോ ചെയ്യുന്നു? നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവമേ, എഫേസോസിലെ സഭയ്ക്ക് ഈ നിലയിൽ ഉള്ള സ്നേഹം നീ നൽകിയല്ലോ എന്ന് ഇടവിടാതെ സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന് അത് മഹത്വമാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ആ സെന്റൻസ് പൗലോസിന് നിർത്താൻ ഒക്കുന്നില്ല. അത്രയ്ക്ക് അങ്ങ് ടേക്കണപ്പായി പോയ പോലെ. അപ്പൊ എഫേസോസിലെ ഈ സഭയ്ക്കാണ് ചില വർഷങ്ങൾ കഴിഞ്ഞപ്പം യോഹന്നാൻ എഴുതിയത്? ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു. അതേ രംഗം. നേരത്തെ അവരെ ഏത് കാര്യത്തിന് അഭിനന്ദിച്ചോ, സ്നേഹം നിനക്കുണ്ടെന്നും പറഞ്ഞ് ഈ സഭയെ അഭിനന്ദിച്ചോ, അതേ കാര്യത്തിന് കുറച്ച് കഴിയുമ്പം ഈ കാര്യത്തിൽ നിനക്ക് ഒരു കുറ്റം പറയാനുണ്ട്, നീ സ്നേഹം വിട്ടുകളഞ്ഞു. കണ്ടോ പ്രിയപ്പെട്ടവരെ, എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നോക്കുക. 6-ാം അധ്യായത്തിൽ നമ്മൾ മറ്റൊരു കാര്യം കാണുന്നുണ്ട്. 6-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപ ഇരിക്കുമാറാകട്ടെ. പൗലോസ് ആ എഫേസ്യ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്തോ ഒരു സൂചന നൽകിയതുപോലെ എന്തു പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്? നിങ്ങളുടെ സ്നേഹം ക്ഷയിക്കാതിരിക്കണം. അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞാണ് ആ ലേഖനം അവസാനിപ്പിക്കുന്നത്. അപ്പം പരിശുദ്ധാത്മാവ് എന്തോ പൗലോസിന്റെ മനസ്സിൽ ഒരു സൂചന കൊടുത്തു. ഈ സ്നേഹത്തെക്കുറിച്ച് തന്നെ ഒരു മുന്നറിയിപ്പ് അവർക്ക് കൊടുത്തുകൊണ്ട് വേണം ഈ ലേഖനം അവസാനിപ്പിക്കാൻ എന്ന് പറഞ്ഞതുപോലെയാണ് ഇതിൽ അവസാനിപ്പിക്കുന്നത്. അക്ഷയമായി എന്ന് വെച്ചാൽ എന്താ? ക്ഷയമില്ലാതെ. ക്ഷയിക്കുക എന്ന് വെച്ചാൽ എന്താ? കുറഞ്ഞു വരിക. ഇവിടെ ഇതാ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ആ ഭാഗത്ത് എന്തുവാ കണ്ടത്? അവരുടെ ആദ്യ സ്നേഹം ക്ഷയിച്ചു പോയി എന്നാ കണ്ടത്. ക്ഷയിക്കരുത്, അക്ഷയമായി സ്നേഹിക്കണം എന്ന് പറഞ്ഞാണ്
നേരത്തെ ഇവർക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ് പൗലോസ് ലേഖനം എഴുതിയത്. എന്ന് മാത്രമല്ല, പൗലോസ് അപ്പോസ്തല പ്രവൃത്തി നമ്മളൊരു ഭാഗം കാണുന്നുണ്ട്. പൗലോസ് ഇവരെ നേരിട്ട് കണ്ടപ്പം എന്തോ പറഞ്ഞേച്ചാ പോയത്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം നമുക്കറിയാവുന്ന ഒരു ഭാഗമാണ്. പൗലോസ് ആ ഭാഗത്ത് നിന്ന് പോകുമ്പം എഫേസോസിലെ മൂപ്പന്മാരെ ആളയച്ചു വരുത്തി. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം മിലേത്ത് 17-ാമത്തെ വാക്യം, 20:17 നമുക്കറിയാവുന്ന വാക്യമാണ്. ഞാൻ വേഗത്തിൽ വായിച്ചു പോവുകയാണ്. 20:17 മിലേത്തോസിൽ നിന്ന് അവൻ എന്ന് പറയുമ്പോൾ പൗലോസ് എഫേസോസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ, സഭയുടെ ദൂതന്മാരെ വരുത്തി. എന്നിട്ട് അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ അവരോട് എന്താ പറഞ്ഞത്? ഞാൻ പല കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞേച്ച് അതിൻ്റെ 29-30 വാക്യങ്ങൾ കണ്ടോ? വലിയൊരു മുന്നറിയിപ്പോടെയാണ് തൻ്റെ പ്രസംഗം താൻ അവസാനിപ്പിക്കുന്നത്. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളി. കണ്ടോ, പൗലോസ് നേരത്തെ ഈ എഫേസോസിൽ 3 വർഷം താമസിച്ച് അവിടെ ഉള്ളവർക്ക് ബുദ്ധി പറഞ്ഞു കൊടുത്തു. നിങ്ങൾ സ്നേഹത്തിൽ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് താൻ ആദ്യത്തെ ലേഖനം എഴുതുമ്പം അവിടെ പറയുന്നു സ്നേഹം നിങ്ങൾക്കുണ്ടെന്നുള്ളതിൽ അഭിനന്ദിക്കുന്നു. ആ ലേഖനം അവസാനിക്കുമ്പം നിങ്ങളുടെ സ്നേഹം അക്ഷയമായി ഇരിക്കണേ എന്ന് ഓർപ്പിക്കുന്നു. പക്ഷേ പൗലോസ് കടന്നു പോയതിന് ശേഷം, ചില വർഷങ്ങൾക്ക് ശേഷം AD 95 യോഹന്നാൻ ഇതേ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഇതേ മൂപ്പന്മാർക്ക് കത്തയക്കുമ്പോൾ എന്തോ പറയുന്നു? നിങ്ങൾക്ക് എന്തോ പറ്റിപ്പോയി? നിങ്ങളുടെ ആദ്യ സ്നേഹം നഷ്ടമായി പോയി എന്ന് പറയുമ്പോ ഇവർ ഈ കാര്യത്തെ ഗൗരവമായിട്ട് എടുത്തില്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം. നമുക്ക് വേഗം ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. എന്താ ഈ ആദ്യ സ്നേഹം നഷ്ടമായി പോയി എന്നെല്ലാം പറയുമ്പോൾ എന്താ ഈ ആദ്യ സ്നേഹം? നമ്മൾ പെട്ടെന്ന് വിചാരിക്കുന്നത് നമ്മൾ കർത്താവിങ്കിലേക്ക് വന്നപ്പം നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം ഇപ്പൊ കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പം മെല്ലെ ചോർന്ന് പോയി. നമ്മൾ എന്തോ വേണം? രക്ഷിക്കപ്പെട്ടപ്പോഴുള്ള അതേ സ്നേഹത്തെ തിരിച്ചു പിടിക്കണം. ആദ്യ സ്നേഹം തിരിച്ചു പിടിക്കണം എന്നാണ് ഇവിടെ ഈ പറഞ്ഞേക്കുന്നതെന്നാ നമ്മൾ പെട്ടെന്ന് വായിച്ചാൽ നമുക്ക് തോന്നുക. സാക്ഷ്യം പറയുന്ന ചിലരെ അങ്ങനെ പറയാറുമുണ്ട്. ഞാൻ കർത്താവിങ്കിലേക്ക് വന്നപ്പം ഞാൻ എത്ര കഷ്ടപ്പെട്ട് ഒരു സഭായോഗത്തിന് വേണ്ടി ബസ്സൊന്നും കിട്ടിയില്ലെങ്കിലും നടന്ന് 4-5 കിലോമീറ്ററൊക്കെ നടന്ന് ഇവിടെ സഭായോഗത്തിന് വന്നിട്ടുണ്ട്. ഇപ്പം ബസ്സും വേണ്ട, കുഞ്ഞുങ്ങൾ കാറും വാങ്ങിച്ചു വന്നിട്ടുണ്ട്. എന്നിട്ടും പലപ്പോഴും എനിക്ക് മീറ്റിങ്ങിന് വരാൻ തോന്നുന്നില്ല. പ്രിയമുള്ളവരെ, എൻ്റെ ആദ്യ സ്നേഹം നഷ്ടമായി പോയി എന്നൊക്കെ ആളുകൾ ഒരു കുറ്റബോധത്തോടെ സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടില്ലേ? എന്ന് വെച്ചാൽ കർത്താവിനെ ആദ്യം കണ്ടുമുട്ടിയപ്പോ ഉള്ള സ്നേഹമാണ് ആദ്യ സ്നേഹം എന്ന് പലരും കരുതാറുണ്ട്. എന്നാൽ അതാണോ ആദ്യ സ്നേഹം? നമ്മളൊന്ന് നിഷ്പക്ഷമായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ രക്ഷിക്കപ്പെട്ട സമയം നിങ്ങൾ അത് ഓർക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അന്നൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും അതൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ആദ്യം നമ്മൾ സഭയിലേക്ക് വന്നു, അല്ലെ, യേശുവിനെ രക്ഷകനായി കണ്ടുമുട്ടി. അന്ന് നമുക്ക് ഈ കാര്യങ്ങളോടുള്ള സ്നേഹത്തെക്കാളും പിന്നീട് കാര്യങ്ങൾ പഠിക്കുകയും കൂട്ടായ്മയിൽ വരികയും ദൈവവചനം കേൾക്കുകയൊക്കെ ചെയ്തപ്പം സ്നേഹം സത്യത്തിൽ കൂടുകയല്ലേ ചെയ്തത്? അല്ലേ? അതല്ലേ യാഥാർത്ഥ്യം? അതോ എനിക്ക് മാത്രമുള്ള അനുഭവമാണോ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ആദ്യം വന്നപ്പോൾ ഒരു കൊച്ചുകുട്ടി പെട്ടെന്ന് തനിക്ക് താല്പര്യമുള്ള ഒരെണ്ണം കണ്ടപ്പോൾ അതിനോട് അട്രാക്റ്റഡ് ആയി വേഗം വരുന്ന പോലെ വന്നത്. എന്നാൽ പിന്നീട് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അയ്യോ, ഇത്രയും ഉണ്ടായിരുന്നു, ലോക സ്ഥാപനത്തിന് മുമ്പ് എന്നെ സ്നേഹിച്ചെന്നു, അയ്യോ എന്നെ തെരഞ്ഞെടുത്തെന്നു, എന്തോ കർത്താവേ ഇത്, എങ്ങനെ ഇതിന് പകരം നൽകാൻ നോക്കൂ എന്ന് പറഞ്ഞ് നമ്മള് പല ദിവസങ്ങള് എക്സൈറ്റഡ് ആയി പ്രാർത്ഥിച്ചപ്പോഴും രാത്രിയിൽ ഉറക്കമില്ലാതെ ദൈവത്തിന് നന്ദി പറഞ്ഞതുമൊക്കെ ആയ രംഗങ്ങൾ ഓർക്കുന്നില്ലേ? അതൊക്കെ ആദ്യ ദിവസമല്ലായിരുന്നു, തുടർന്നുള്ള ദിവസങ്ങളിലായിരുന്നു. അപ്പോ ആദ്യത്തെ സ്നേഹമല്ല 100% സ്നേഹം.
നമ്മൾ കരുതുന്നത് എന്താ? രക്ഷിക്കപ്പെട്ടപ്പോൾ എനിക്ക് 100% സ്നേഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ അത് 80 2 വർഷം കഴിഞ്ഞപ്പോൾ അത് 60 3 വർഷം കഴിഞ്ഞപ്പോൾ 50 ഇപ്പോൾ 25% ഉള്ളൂ. എനിക്ക് എങ്ങനെയെങ്കിലും 100% സ്നേഹത്തിലേക്ക് തിരിച്ചു ചെല്ലണം. എന്നാൽ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അനുഭവവും അതല്ല പറയുന്നത്, അല്ലേ? നമ്മളിപ്പോ പറഞ്ഞ നമ്മുടെ അനുഭവവും അതല്ല. സത്യത്തിൽ ആദ്യം വന്നപ്പോഴുള്ളതിനേക്കാളും ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന് നമ്മോടുള്ള സ്നേഹവും തിരിച്ചറിഞ്ഞത് പിന്നീട് അനുഭവങ്ങളിൽ നിന്നാണ്. ആ അനുഭവങ്ങളാണ് നമ്മളെ ആത്മീയതയുടെ പുതിയ തലങ്ങളിലേക്ക് നമ്മളെ നയിച്ചത്. തീർച്ചയായിട്ടും നമ്മുടെ സ്നേഹം വർദ്ധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ ഈ ആദ്യ സ്നേഹം തിരിച്ചു പിടിക്കണം, അത് നഷ്ടമായി പോയി എന്ന് പറയുന്നത് എന്ത് ഉദ്ദേശത്തിലാണ്? പ്രിയപ്പെട്ടവരെ, ഈ വേദപണ്ഡിതന്മാരെന്ന് പറയുന്ന പാർട്ടികളുണ്ടല്ലോ, അവരെക്കുറിച്ച് നമ്മൾ പലപ്പോഴും തമാശയായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. മൂലഭാഷയിൽ അതങ്ങനാണ്. നിക്കക്കള്ളി ഇല്ലാതെ വരുമ്പോൾ എന്തു പറയും? അത് അങ്ങനെ മൂലഭാഷയിൽ ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ പറയുന്ന പോലെ സത്യത്തിൽ ഇവിടെ പിന്നെ നമ്മൾ ഈ കാര്യത്തെ കാണുമ്പം ഇവിടെ നമുക്ക് ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാകണമെങ്കിൽ ഇതിന്റെ മൂലഭാഷയിലെ അർത്ഥം നമ്മൾ നോക്കണം. ആദ്യ സ്നേഹം എന്നുള്ളിടത്തെ ആദ്യ എന്നിടത്ത് ഗ്രീക്കിൽ ഉപയോഗിച്ചേക്കുന്ന വാക്ക് ബ്രോട്ടൻ എന്നൊരു വാക്കാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്ക് ഗ്രീക്ക് പറഞ്ഞുകൂടാ, ഒന്നും അറിഞ്ഞുകൂടാ. ഞാൻ ഇവിടെ വായിച്ചതാണ്. ദയവ് ചെയ്ത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എന്നെ വെറുതെ വിടണം. എങ്കിലും ഈ ആദ്യ എന്ന് പറയുന്നത് കൊടുത്തേക്കുന്ന വാക്കെന്ന് പറയുന്നത് ബ്രോട്ടൻ എന്ന ഗ്രീക്ക് വാക്കാണത്രേ. ആ ഗ്രീക്ക് വാക്ക് കാണുന്ന മറ്റൊരു സ്ഥലം വേദപണ്ഡിതന്മാർ പറയാറുണ്ട്. അത് നമുക്കറിയാവുന്ന ഒരു സ്ഥലമാണ്. അതിനോട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്കിതിന്റെ യാഥാർത്ഥ്യം കണ്ടെത്താനൊക്കും. ദൈവവചനം അങ്ങനെയാണല്ലോ പഠിക്കേണ്ടത്. വചനത്തോട് താരതമ്യം ചെയ്ത് വേണം പഠിക്കാൻ. എന്നാലേ നമുക്കിതിൻ്റെ അകത്തെ മർമ്മങ്ങൾ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ആദ്യ എന്ന് പറയുന്ന ആദ്യ സ്നേഹത്തിലെ ആദ്യ എന്ന് പറയുന്ന വാക്ക് വരുന്ന മറ്റൊരു രംഗം ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 15:22 എന്താ? മുടിയൻ പുത്രന്റെ ഉപമയെ, മുടിയൻ പുത്രൻ എന്ന് നമ്മൾ വിളിക്കുന്ന ധൂർത്തപുത്രന്റെ ഉപമയെ. ധൂർത്തപുത്രനെ അപ്പൻ കണ്ടപ്പം അപ്പൻ എന്തോ ചെയ്യുന്നു? അപ്പൻ പറയുന്നു, അവന് അനുതാപത്തോടെ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ലൂക്കോസ് 15:21 അവൻ പറയുന്നു, അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പോൾ 22-ാം വാക്യം, അപ്പോൾ അപ്പൻ ദാസന്മാരോട് വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പീൻ. അവിടെ മേൽത്തരം എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്നത് ബ്രോട്ടൺ എന്ന വാക്കാണത്രേ. എനിക്കറിഞ്ഞുകൂടാ, ഞാനിവിടെ വായിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആദ്യ സ്നേഹം എന്നുള്ളതിനെ എങ്ങനെയാ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കേണ്ടത്? മേൽത്തരമായ സ്നേഹം. ഇവിടെ ചിലപ്പോൾ നമ്മൾ ഇവരെ പ്രസംഗിക്കുന്നവർ പറയില്ലേ, അത് ഇംഗ്ലീഷിൽ അങ്ങനെ. ശരിയാ, ചിലപ്പോൾ ഇംഗ്ലീഷ് ഉപയോഗിക്കേണ്ടി വരും. ഈ മേൽത്തരം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേണ്ടത്ര മനസ്സിലാകുകയില്ല. എന്നാൽ ഇംഗ്ലീഷിൽ അതെന്താ പറയുന്നത്? ബെസ്റ്റ് റോബ്, ബെസ്റ്റ് എന്നുള്ളത്. അപ്പം ആദ്യ സ്നേഹം എന്തായിരിക്കണം? ബെസ്റ്റ് ലവ് ആയിരിക്കണം. ഫസ്റ്റ് ലവ് ഈസ് ഈക്വൽ ബെസ്റ്റ് ലവ്. മനസ്സിലായോ? ആദ്യ സ്നേഹം എന്ന് പറയുന്ന എന്താ? അത് മേൽത്തരമായ സ്നേഹമാണ്. അപ്പം ഒന്നാമത് രക്ഷിക്കപ്പെട്ട ആദ്യത്തെ ദിവസം ഉണ്ടായ സ്നേഹമല്ലത്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോട് ഏറ്റവും അടുത്ത് നിന്ന് ഏറ്റവും ബെസ്റ്റായിട്ട് അവനെ സ്നേഹിച്ച അതേ സ്നേഹം, അതിനെ തിരിച്ചു പിടിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് വ്യക്തമായി എന്ന് ഞാൻ കരുതുന്നു. വിശദീകരിക്കണ്ടല്ലോ, പ്രിയപ്പെട്ടവരെ, സമയം കടന്നുപോയി. അപ്പൊ നോക്കുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് വേണം? ഒരു ബെസ്റ്റ് ലവ്. ആദ്യത്തെ രക്ഷിക്കപ്പെട്ട് അന്ന് കൺവെൻഷന് പ്രസംഗം കേട്ട് കൈപൊക്കിയപ്പോൾ ഉള്ള സ്നേഹം അല്ല. അത് കഴിഞ്ഞ് പിന്നീട് എപ്പോഴാണോ നമ്മുടെ ജീവിതത്തിൽ അവനോട്, ഓ കർത്താവേ, നിനക്ക് വേണ്ടി ഞാൻ ഏതുമായി തീരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്ത ആ ബെസ്റ്റ് ലവ്, സ്നേഹത്തിന്റെ ഗ്രാഫ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പൊങ്ങി നിന്ന ആ പോയിന്റിലേക്ക്
മടങ്ങി വരണമെന്നാണ് ഇവിടെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചിന്തകൾ വെച്ചുകൊണ്ട് നമ്മൾ ആദ്യം ചിന്തിച്ച ആ വാക്യത്തിലേക്ക് മടങ്ങി വരാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അതെന്താണ്? 4-ാമത്തെ വാക്യം, നിന്റെ ആദ്യ സ്നേഹം അല്ലെങ്കിൽ മേൽത്തരമായ സ്നേഹം അല്ലെങ്കിൽ ബെസ്റ്റ് സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. നോക്കുക, നമ്മള് പറഞ്ഞു വന്നത് നമ്മളെ സഭയുടെ ദൂതന്മാരാക്കി വെച്ചിരിക്കുന്നു, നക്ഷത്രങ്ങളാക്കി വെച്ചിരിക്കുന്നു. അപ്പൊ തന്നെ ഈ സഭയ്ക്ക് സ്നേഹം നഷ്ടപ്പെട്ടെങ്കിൽ ആർക്കാ ആദ്യം സ്നേഹം നഷ്ടപ്പെട്ടത്? ഈ ദൂതനാ നഷ്ടപ്പെട്ടത്. ആ ദൂതനാണ് കത്തെഴുതിയിരിക്കുന്നത്. വെളിപ്പാട് 2-ന്റെ 1-ാമത്തെ വാക്യം, ദൂതനെ എഴുതുക, നീ നിന്റെ ആദ്യ സ്നേഹത്തിൽ നിന്ന് വീണു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യം എങ്ങനെയുണ്ട്? നമ്മള് കർത്താവിൻ്റെ ആ നിലയില് അവന്റെ വലം കൈയിലുള്ള നക്ഷത്രമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അവനോടുള്ള സ്നേഹം നമുക്ക് കുറഞ്ഞു പോയിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഇന്നിപ്പം നമുക്ക് ഒത്തിരി അംഗീകാരം കിട്ടുന്നുണ്ട്, അല്ലേ? ആദ്യകാലത്ത് നമുക്ക് സഭയിലുള്ളത് പോലല്ല, സഭയുടെ മൂപ്പന്മാരാ, സഭയുടെ ദൂതന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ നമുക്ക് ഒത്തിരി ബഹുമാനവും സ്നേഹവും ആദരവും ഒക്കെ തരുന്നുണ്ട്. അപ്പോ നമുക്ക് ഈ കാര്യങ്ങൾ ഒരു കാഷ്വലായി പോയോ? നമുക്ക് ഇതൊരു ചടങ്ങായി പോയോ? ബെസ്റ്റ് ലവ് വിട്ടുപോയോ? മേൽത്തരമായ സ്നേഹം കൈമോശം വന്നു പോയോ? കൈമോശം വന്നു പോയെങ്കിൽ ഇവിടെ ഇതാ പറയുന്നു, നീ ഉണരുക, ആദ്യത്തെ ഇതിലേക്ക് വരിക, ആ ബെസ്റ്റ് ലവിലേക്ക് വരിക. പ്രിയപ്പെട്ടവരെ, ഒരു പ്രവൃത്തിയല്ല ഇത്. പ്രവൃത്തിയായിരുന്നെങ്കിൽ നമുക്ക് താരതമ്യേന എളുപ്പമായിരുന്നു. ചില പ്രവൃത്തി നീ ചെയ്ത ആ കാര്യം, നീ പണ്ടൊക്കെ ആഴ്ചയില് 3 ദിവസം ഉപവസിക്കുമായിരുന്നു, ഇപ്പൊ 1 ദിവസം ഉപവസിക്കുന്നുള്ളൂ. 3 ദിവസം ഉപവസിക്കാൻ പറഞ്ഞാൽ താരതമ്യേന എളുപ്പമായിരുന്നു. ഈ സ്നേഹം എന്ന് പറയുന്ന എന്തുമായി ബന്ധപ്പെട്ട? നമ്മുടെ കൈയുടെ ഒരു പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടല്ല, മറിച്ച് എന്താ? നമ്മുടെ ഹൃദയത്തിന്റെ ഒരു നിലയുമായി ബന്ധപ്പെട്ട. ഹൃദയത്തിന്റെ നിലകളെ സൂക്ഷിക്കുന്നതാണ് കൈകളുടെ പ്രവൃത്തിയെ സൂക്ഷിക്കുന്നതിനേക്കാൾ താരതമ്യേന പ്രയാസമുള്ള കാര്യം. അത് കൂടുതൽ സട്ടില, തിരിച്ചറിയാനും പ്രയാസമാണ്. കൈയുടെ പ്രവൃത്തി നമുക്ക് തിരിച്ചറിയാൻ എളുപ്പമാണ്, പക്ഷേ ആന്തരികമായി നമ്മുടെ ഹൃദയത്തിന്റെ ആ നിലപാടുകളെ തിരിച്ചറിയാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഈ നക്ഷത്രങ്ങൾക്ക് ലേഖനം എഴുതിയിരിക്കുന്നത്, നീ നിന്റെ ആദ്യ സ്നേഹം വിട്ടുപോയി, നീ അത് തിരിച്ചറിയുന്നില്ല എന്ന് ഓർമ്മപ്പെടുത്തൽ വേണ്ടി വന്നത്. എന്തുകൊണ്ടാ? അവരത് തിരിച്ചറിഞ്ഞില്ല. അവരുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിരുന്നു.